ഹലോ ഫ്രണ്ട്സ്, PSC കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് തന്നെയാണ് ചെയ്യുന്നത്. എക്സ്പ്ലനേഷനോട് കൂടിയാണ് നമ്മളിപ്പോൾ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകളൊക്കെ ചെയ്തു വരുന്നത്. ഇപ്പോൾ ഒരുപാട് ഒട്ടനവധി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ താല്പര്യമുള്ളവർ ആ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ദ ആൻറ്റോണിം ഓഫ് ആൻറ്റിപ്പതി ഈസ്. ഇപ്പോൾ ആൻറ്റിപ്പതി എന്ന വാക്കിൻ്റെ ആൻറ്റോണിമാണ് ചോദിച്ചിരിക്കുന്നത്, ഓപ്പോസിറ്റ് മീനിങ്. ഇപ്പോൾ ആൻറ്റിപ്പതി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വിരോധം അല്ലെങ്കിൽ വെറുപ്പ്, വിദ്വേഷം എന്നൊക്കെ ഒരു മീനിങ്ങാണ് ആൻറ്റിപ്പതി. ഓക്കെ, ആൻറ്റിപ്പതി മീനിങ് വിരോധം അല്ലെങ്കിൽ വിദ്വേഷം, വെറുപ്പ് എന്നൊക്കെ ഒരു മീനിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ? ഒരു ഓപ്പോസിറ്റ് മീനിങ് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ, സിമ്പതിയാണ്. ഓപ്ഷൻ സി, സിമ്പതി. സിമ്പതി എന്നതിൻ്റെ അർത്ഥം സഹാനുഭൂതി, സഹതാപം, അനുതാപം എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. സിമ്പതി എന്നതിൻ്റെ അർത്ഥം സഹാനുഭൂതി അല്ലെങ്കിൽ സഹതാപം. അപ്പോൾ ആൻറ്റിപ്പതി എന്നതിൻ്റെ അർത്ഥം വിരോധം, വെറുപ്പ് എന്നൊക്കെ ഒരു മീനിങ് ആണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് വരുന്നത് സിമ്പതിയാണ്, സഹാനുഭൂതി, സഹതാപം. ഇനി ഓപ്ഷൻ എ നോക്കിയേ, ടെലിപ്പതി എന്നതിൻ്റെ അർത്ഥം എന്താണ്? പരഹൃദയ ജ്ഞാനമാണ് കേട്ടോ. പരഹൃദയ ജ്ഞാനം, അതായത് മറ്റൊരാളുടെ മനോഗതം സ്വന്തം മനസ്സിൽ ഉദിക്കൽ, അതിനാണ് ഈ ടെലിപ്പതി എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ ബി നോക്കിയേ, ഹാട്രഡ് എന്ന് വെച്ചാൽ എന്താണ്? വൈരാഗ്യം അല്ലേ, വൈരാഗ്യം അല്ലെങ്കിൽ പക, ശത്രുത എന്നൊക്കെ പറയും. പിന്നെ ഓപ്ഷൻ ഡി, സെൽഡം നിങ്ങൾക്കറിയാം എന്താണ്? റെയർലി ആണല്ലേ, വളരെ വിരളമായി എന്നൊരു മീനിങ് ആണ്. ഇപ്പോൾ ആൻറ്റിപ്പതി എന്നതിൻ്റെ അർത്ഥം വിരോധം അല്ലെങ്കിൽ വെറുപ്പ്, അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ഉള്ളത് സിമ്പതിയാണ്, സഹാനുഭൂതി, സഹതാപം. ഇനി ടെലിപ്പതി എന്നതിൻ്റെ അർത്ഥം പരഹൃദയ ജ്ഞാനമാണ്. അതുപോലെ ഓപ്ഷൻ ബി, ഹാട്രഡ് എന്നതിൻ്റെ അർത്ഥം വൈരാഗ്യം അല്ലെങ്കിൽ ശത്രുത. ഓപ്ഷൻ ഡി, സെൽഡം എന്നതിൻ്റെ അർത്ഥം വളരെ വിരളമായി. അടുത്ത ചോദ്യം, ദ ഇഡിയം വിത്തിൻ ആൻ എയ്സ് ഓഫ്. ഇപ്പോൾ വിത്തിൻ ആൻ എയ്സ് ഓഫ് എന്നതിൻ്റെ ഇഡിയമാണ് ചോദിച്ചിരിക്കുന്നത്, എന്ന ഇഡിയത്തിൻ്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഇപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ ഇത്. വിത്തിൻ ആൻ എയ്സ് ഓഫ് ഒന്ന് നോക്കി വെച്ചിരിക്കണം, വരുന്ന എക്സാമിന് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്, വെരി നിയർലി ആണ്. വിത്തിൻ ആൻ എയ്സ് ഓഫ് എന്നതിൻ്റെ അർത്ഥം വെരി നിയർലി, വളരെ അടുത്ത്. വിത്തിൻ ആൻ എയ്സ് ഓഫ്, വെരി നിയർലി. അടുത്ത ചോദ്യം, മൈ ബ്രദർ ഈസ് ഡാഷ് MLA, ഹീ ഈസ് ഡാഷ് ഓണസ്റ്റ് മാൻ. ആർട്ടിക്കിൾ എന്ന ടോപ്പിക്കിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ്. മൈ ബ്രദർ ഈസ് ഡാഷ് MLA, ഹീ ഈസ് ഡാഷ് ഓണസ്റ്റ് മാൻ. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് കേട്ടോ, ഓപ്ഷൻ സി ആണ് ആൻസർ. ആൻ MLA, അതുപോലെ ആൻ ഓണസ്റ്റ് മാൻ കേട്ടോ. മൈ ബ്രദർ ഈസ് ആൻ MLA, ഹീ ഈസ് ആൻ ഓണസ്റ്റ് മാൻ. അപ്പോൾ നമ്മളിത് മലയാളത്തിൽ എഴുതി വെക്കുക, MLA അല്ലേ. MLA എന്ന് പറയുമ്പോൾ മലയാളത്തിൽ എഴുതുമ്പോൾ M എന്നാണ് വരുന്നത്. ഇപ്പോൾ എയിലാണ് തുടങ്ങിയത്. അപ്പോൾ സ്വരാക്ഷരത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ മുന്നിൽ നമ്മൾ ആൻ ചേർത്താൽ മതി കേട്ടോ. അങ്ങനെ എളുപ്പത്തിന് നമുക്ക് അങ്ങനെ ഓർത്ത് വയ്ക്കാം. ഇപ്പം MLA എന്ന് പറയുന്നത് മലയാളത്തിൽ എഴുതുമ്പോൾ M എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എയിലാണ് തുടങ്ങിയത്, സ്വരാക്ഷരത്തിലാണ് തുടങ്ങിയത്. അപ്പോൾ സ്വരാക്ഷരത്തിൽ തുടങ്ങുമ്പോൾ എന്താണ്? വവൽ സൗണ്ടാണ് അല്ലേ. നമ്മൾ വവൽ ലെറ്റർ ഒരിക്കലും നോക്കരുത്, വവൽ സൗണ്ടാണ് നോക്കേണ്ടത്. ഇപ്പോൾ എ എന്ന് പറയുന്നത്, M എന്ന് പറയുന്നത് വവൽ സൗണ്ടാണ്. സ്വരാക്ഷരത്തിൽ എഴുതുമ്പോൾ എ ആണ് വരുന്നത്, അപ്പോൾ അവിടെ ആൻ എഴുതണം. അതുപോലെ ഹീ ഈസ് ഡാഷ് ഓണസ്റ്റ് മാൻ അല്ലേ. നമ്മൾ എഴുതുമ്പോൾ H ആണ് വരുന്നതെങ്കിലും നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പം ഓയാണ് വരുന്നത്, ഓണസ്റ്റ് മാൻ എന്നാണ്. ഓണസ്റ്റ് മാൻ എന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടത് കറക്റ്റായിട്ട്. അപ്പോൾ ഓ എന്ന് പറയുന്നതും സ്വരാക്ഷരം അല്ലേ, അപ്പോൾ അവിടെയും ആന് യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ മൈ ബ്രദർ ഈസ് ആൻ MLA, ഹീ ഈസ് ആൻ ഓണസ്റ്റ് മാൻ. ഇപ്പോൾ സ്വരാക്ഷരമാണെങ്കിൽ ആന് യൂസ് ചെയ്യണം, വ്യഞ്ജനാക്ഷരമാണെങ്കിൽ എയും യൂസ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ രണ്ടും സ്വരാക്ഷരമാണ്. M എന്ന് പറയുന്നതും O എന്ന് പറയുന്നതും മലയാളത്തിൽ എഴുതുമ്പോൾ സ്വരാക്ഷരമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ രണ്ടിടത്തും ആനാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ എളുപ്പത്തിന് ഓർത്ത് വെച്ചിരുന്നാൽ മതി.
അടുത്ത ചോദ്യം, മെനി എ ഡാഷ് അപ്പിയറിംഗ് ഇൻ ദ എക്സാമിനേഷൻ. മെനി എ ഡാഷ് അപ്പിയറിംഗ് ഇൻ ദ എക്സാമിനേഷൻ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? അപ്പോൾ ഇത് ഒരുപാട് തവണ ഇതേ മോഡലിൽ ചോദ്യം നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം മെനി എ അല്ലെങ്കിൽ മെനി ആൻ എന്നതിന് ശേഷം സിംഗുലർ നൗണും സിംഗുലർ വെർബുമാണ് വരേണ്ടത്. അങ്ങനെയുള്ളത് ഓപ്ഷൻസിൽ ഏതാണ്? ഓപ്ഷൻ എ അല്ലേ? ഗേള് സിംഗുലർ നൗണാണ്, അതുപോലെ വാസ് സിംഗുലർ വെർബാണ്. ഇപ്പം മെനി എ അല്ലെങ്കിൽ മെനി ആൻ എന്നതിന് ശേഷം നമ്മൾ സിംഗുലർ നൗണും സിംഗുലർ വെർബുമാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ സിംഗുലർ നൗണായിട്ടുള്ളത് ഗേളാണ്, അതുപോലെ സിംഗുലർ വെർബ് വാസാണ്. ഇനി ഓപ്ഷൻ ബി നോക്കിയേ, ഗേൾസ് ആണല്ലേ, അത് പ്ലൂറലായി, അപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓപ്ഷൻ സി നോക്കിയേ, വെയറാണ്, അത് പ്ലൂറൽ വെർബാണ്, അപ്പോൾ അതും യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഓപ്ഷൻ ഡി നോക്കിയേ, രണ്ടും പ്ലൂറലാണ്, അതിനും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം മെനി എ അല്ലെങ്കിൽ മെനി ആൻ എന്നതിന് ശേഷം സിംഗുലർ നൗണും സിംഗുലർ വെർബുമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഒരുപാട് തവണ ഇതേ മോഡലിൽ ചോദ്യം നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം, കില്ലിംഗ് ഓഫ് വൺസ് ഓൺ മദർ. കില്ലിംഗ് ഓഫ് വൺസ് ഓൺ മദർ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഇപ്പോൾ ഇവിടുത്തെ ആൻസർ മാട്രിസൈഡാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, മാട്രിസൈഡാണ്. അതായത് മാതാവിനെ കൊല്ലുന്നവൻ, സ്വന്തം മാതാവിനെ കൊല്ലുന്നവൻ, അതിനെ മാട്രിസൈഡാണ് എന്നാണ് വിളിക്കുന്നത്. മാതാവിനെ കൊല്ലുന്നവൻ മാട്രിസൈഡ്. ഇനി ഓപ്ഷൻ എ നോക്കിയേ, യൂക്സോറിസൈഡ്. യൂക്സോറിസൈഡ് എന്ന് മീനിങ് എന്താണ്? സ്വന്തം ഭാര്യയെ കൊല്ലുന്നവൻ കേട്ടോ. സ്വന്തം ഭാര്യയെ കൊല്ലുന്നവനെയാണ് യൂക്സോറിസൈഡ് എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ ബി നോക്കിയേ, സോറോറിസൈഡ് എന്ന് വെച്ചാൽ എന്താണ്? സ്വന്തം സഹോദരിയെ കൊല്ലുന്നവൻ കേട്ടോ. സഹോദരിയെ കൊല്ലുന്നവനെയാണ് സോറോറിസൈഡ് എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ സി, ഫ്രാട്രിസൈഡ് എന്ന് വെച്ചാൽ എന്താണ്? സഹോദരനെ കൊല്ലുന്നവൻ, സ്വന്തം സഹോദരനെ കൊല്ലുന്നവനെയാണ് ഫ്രാട്രിസൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം, യൂക്സോറിസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയെ കൊല്ലുന്നവൻ, സോറോറിസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹോദരിയെ കൊല്ലുന്നവൻ, ഫ്രാട്രിസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹോദരനെ കൊല്ലുന്നവൻ, അതുപോലെ മാട്രിസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവിനെ കൊല്ലുന്നവൻ. അടുത്ത ചോദ്യം, റിപ്പോർട്ട് ദ സെൻറ്റൻസ് ഹീ സെയ്സ് ഐ സിങ് വെൽ. ഇപ്പോൾ ഐ സിങ് വെൽ എന്ന സെൻറ്റൻസിനെ റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായിരിക്കും ആൻസർ? ഇപ്പോൾ ഇവിടെ നോക്കേണ്ടത്, ഇവിടെ ഹീ സെയ്സ് ആണല്ലേ, ഹീ സെയ്സ് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ്? പ്രസൻ്റ് അല്ലേ. അപ്പോൾ നമ്മളിവിടുത്തെ ടെൻസ് ചേഞ്ച് ചെയ്യേണ്ടതുണ്ടോ? ഐ സിങ് വെൽ എന്ന് പറയുന്ന ആ ടെൻസിനെ, ആ സെൻറ്റൻസിൻ്റെ ടെൻസിനെ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതുണ്ടോ റിപ്പോർട്ട് ചെയ്യുമ്പോൾ? ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത് സെയ്സ് ആണ് അല്ലേ. ഇപ്പോൾ പ്രസൻറ്റോ അല്ലെങ്കിൽ സിമ്പിൾ പ്രസൻറ്റോ ഫ്യൂച്ചറിലോ ആണ് റിപ്പോർട്ടിംഗ് വെർബെങ്കിൽ നമ്മൾ തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ ടെൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചേഞ്ച് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഇവിടെ ഹീ സെയ്സ് എന്നുള്ളത് അതുപോലെ എടുത്തെഴുതുക. ഹീ സെയ്സ്, അതിനുശേഷം ദാറ്റ്, ഹീ സെയ്സ് ദാറ്റ്, പിന്നെ ടെൻസ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഐ എന്നുള്ളത് ഹീ എന്ന് വരും അല്ലേ. അവനാണ് പറഞ്ഞത് അവൻ നന്നായി പാടുമെന്ന്. അപ്പോൾ ഹീ സെയ്സ് ദാറ്റ് ഹീ സിങ്സ് വെൽ. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ കേട്ടോ. അപ്പം ഹീ സെയ്സ് അതുപോലെ എടുത്തെഴുതി, അതിനുശേഷം ദാറ്റ് എഴുതി, അതിനുശേഷം ഐ എന്നുള്ളത് അവനാണല്ലേ പറഞ്ഞത്. ഹീ സെയ്സ് അവനാണ് പറഞ്ഞത് അവൻ നന്നായി പാടുമെന്ന്. അപ്പം ഹീ സെയ്സ് ദാറ്റ് ഹീ സിംഗുലർ ആണല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് സിങ്സ് വന്നത്. ഹീ സിങ്സ് വെൽ. അപ്പോൾ ടെൻസ് ചേഞ്ച് ചെയ്യാൻ പാടില്ല, കാരണം സെയ്സ് റിപ്പോർട്ടിംഗ് വെർബ് പ്രസൻറ്റിലാണ്. അതുകൊണ്ട് നമ്മൾ തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ ടെൻസ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഹീ സെയ്സ് ദാറ്റ് ഹീ സിങ്സ് വെൽ എന്നതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ബാക്കി ഓപ്ഷനൊക്കെ നോക്കിയേ. ഓപ്ഷൻ എ ഹീ സേ എന്ന് മാത്രമേ വന്നിട്ടുള്ളൂ, തെറ്റാണ്. ഇനി ഓപ്ഷൻ സി ഹീ സെയ്സ് ദാറ്റ് ഹീ സിങ് വെൽ. ഇവിടെ സിങ് അല്ല സിങ്സ് എന്ന് പറയണമായിരുന്നു. അതുപോലെ ഓപ്ഷൻ ഡി ഹീ സെഡ് എന്നാണല്ലേ വന്നിരിക്കുന്നത്, അപ്പോൾ അതും തെറ്റാണ്.
ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ദ സിനോണിം ഓഫ് സക്കുലൻറ്റ്. സക്കുലൻറ്റ് എന്ന വാക്കിൻ്റെ സെയിം മീനിങ് ആയിട്ട് വരുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ സക്കുലൻറ്റ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? നീരുള്ള അല്ലെങ്കിൽ ചാറുള്ള എന്നൊരു മീനിങ്ങാണ്. നീരുള്ള അല്ലെങ്കിൽ ചാറുള്ള, രസപൂർണമായ എന്നൊരു മീനിങ്ങാണ്. അപ്പോൾ അതേ സെയിം മീനിങ് വരുന്ന വാക്ക് ഏതാണ്? ജ്യൂസി ആണല്ലേ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ജ്യൂസി. ജ്യൂസി എന്നതിൻ്റെ അർത്ഥം ചാറുള്ള അല്ലെങ്കിൽ രസപൂർണമായ എന്നൊക്കെ ഒരു മീനിങ്ങാണ്. ഇപ്പോൾ സക്കുലൻറ്റിൻ്റെ സെയിം മീനിങ് വരുന്നത് ജ്യൂസിയാണ്. നീരുള്ള, ചാറുള്ള, രസപൂർണമായ എന്നൊക്കെ ഒരു മീനിങ്ങാണ്. ഇനി ഓപ്ഷൻ എ നോക്കിയേ, വിക്കഡ്. വിക്കഡ് എന്ന് വെച്ചാൽ എന്താണ്? ദുഷിച്ച അല്ലെങ്കിൽ ക്രൂരനായ എന്നൊക്കെ ഒരു മീനിങ്ങാണ് വിക്കഡിനുള്ളത്. വിക്കഡിൻ്റെ മീനിങ് ദുഷിച്ച അല്ലെങ്കിൽ ക്രൂരനായ. ഇനി ഓപ്ഷൻ ബി, ആൻഷ്യസ് എന്നതിൻ്റെ മീനിങ് എന്താണ്? ഉത്കണ്ഠാപൂർവമായ അല്ലേ, ചിന്താകുലനായ അല്ലെങ്കിൽ ഉത്കണ്ഠാപൂർവമായ, ആകാംക്ഷാപൂർണമായ എന്നൊക്കെ ഒരു മീനിങ്ങാണ്. ഓപ്ഷൻ സി, കൺസൈസ് എന്നതിൻ്റെ അർത്ഥം ചുരുക്കിയ അല്ലെങ്കിൽ പരിമിതമായ എന്നൊക്കെ ഒരു മീനിങ്ങാണ്. ഇപ്പോൾ സക്കുലൻറ്റ് എന്നതിൻ്റെ അർത്ഥം ജ്യൂസി, നീരുള്ള അല്ലെങ്കിൽ ചാറുള്ള. വിക്കഡ് എന്നതിൻ്റെ അർത്ഥം ദുഷിച്ച അല്ലെങ്കിൽ ക്രൂരനായ. ആൻഷ്യസ് എന്നതിൻ്റെ അർത്ഥം ഉത്കണ്ഠാപൂർവമായ അല്ലെങ്കിൽ ആകാംക്ഷാപൂർണമായ. ഇനി കൺസൈസ് എന്നതിൻ്റെ അർത്ഥം ചുരുക്കിയ, പരിമിത വാക്കായ എന്നൊക്കെ ഒരു മീനിങ്ങാണ്. അപ്പോൾ ഇതെല്ലാം നോട്ട് ചെയ്തോളണം കേട്ടോ. ഈ പറയുന്ന വാക്കുകളെല്ലാം നോട്ട് ചെയ്തോളണം, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹാവ് യു ഫിനിഷ്ഡ് ഡാഷ് ദാറ്റ് ലെറ്റർ യെറ്റ്. ഹാവ് യു ഫിനിഷ്ഡ് ഡാഷ് ദാറ്റ് ലെറ്റർ യെറ്റ്. ഇവിടെ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? റൈറ്റിംഗ് ആണല്ലേ. ഓപ്ഷൻ സി ആണ് ആൻസർ, റൈറ്റിംഗ്. ഓപ്ഷൻ സി റൈറ്റിംഗ് ആണ് ആൻസർ. അപ്പോൾ ചില വാക്കുകളുണ്ട് ഈ ഫിനിഷ്ഡ്, ഇവിടെ ഫിനിഷ്ഡ് എന്നാണ്. ചില വാക്കുകളുണ്ട് ഈ ഫിനിഷ്ഡ്, അതുപോലെ അവോയ്ഡഡ്, സജസ്റ്റഡ്, എൻജോയ്, ലൈക്ക്, സ്റ്റോപ്പ്, ഇങ്ങനത്തെ ചില വാക്കുകളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ശേഷം നമ്മൾ വെർബിൻ്റെ ING ഫോമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ വാക്കുകൾക്കൊക്കെ ശേഷം വെർബിൻ്റെ ING ഫോം വേണം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഹാവ് യു ഫിനിഷ്ഡ്, ഫിനിഷ്ഡ് എന്ന വാക്കാണ്. അപ്പോൾ അതിനുശേഷം വെർബിൻ്റെ ING ഫോം വരണം. അപ്പോൾ അങ്ങനെയുള്ളത് ഓപ്ഷൻ സിയിൽ ഏതാണ്? റൈറ്റിംഗ് ആണല്ലേ. ഓപ്ഷൻ സി ആണ് ആൻസർ, റൈറ്റിംഗ്. ഹാവ് യു ഫിനിഷ്ഡ് റൈറ്റിംഗ് ദാറ്റ് ലെറ്റർ യെറ്റ് എന്നതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, യു യൂസ്ഡ് ടു സ്മോക്ക് ഡാഷ്. യു യൂസ്ഡ് ടു സ്മോക്ക് ഡാഷ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ്. ഇവിടെ ഏതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്? ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഓപ്ഷൻ ബി. അപ്പോൾ ഇവിടെ നോക്കുക, തന്നിരിക്കുന്ന സെൻറ്റൻസിൽ യൂസ്ഡ് ടു എന്നുണ്ട്. ഇപ്പോൾ യൂസ്ഡ് ടു വന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, ഡിഡിൻ്റ് വെച്ച് ക്വസ്റ്റ്യൻ ടാഗ് നിർമ്മിക്കണം. ഡിഡിൻ്റ്, അതിനുശേഷം പ്രോനൗൺ. ഇവിടെ പ്രോനൗൺ യു ആണ്. അപ്പോൾ ഡിഡിൻ്റ് യു എന്നതാണ് ആൻസർ. ഇപ്പോൾ യൂസ്ഡ് ടു വന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, കണ്ണടച്ച് ഡിഡിൻ്റ് വെച്ചിട്ട് ഉള്ള ഓപ്ഷൻ അങ്ങ് സെലക്ട് ചെയ്യുക കേട്ടോ. യൂസ്ഡ് ടു സ്മോക്ക് എന്ന് വന്നു കഴിഞ്ഞാൽ യൂസ്ഡ് ടു വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഡിൻ്റ് വെച്ച് ക്വസ്റ്റ്യൻ ടാഗ് നിർമ്മിക്കണം. ഡിഡിൻ്റ് യു എന്നതാണ് ആൻസർ. അടുത്ത ചോദ്യം, ദ സിനോണിം ഓഫ് എക്സോർബിറ്റൻറ്റ്. എക്സോർബിറ്റൻറ്റ് എന്ന വാക്കിൻ്റെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്, സെയിം മീനിങ്. ഇപ്പോൾ എക്സോർബിറ്റൻറ്റ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? അമിതമായ അല്ലെങ്കിൽ അതിരു കടന്ന എന്നൊരു മീനിങ്ങാണ്. അപ്പോൾ അതേ സെയിം മീനിങ് വരുന്നത് ഏതാണ്? എക്സസീവ് ആണല്ലേ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, എക്സസീവ്. എക്സോർബിറ്റൻറ്റ് എന്നതിൻ്റെ അർത്ഥം അമിതമായ അല്ലെങ്കിൽ അതിരു കടന്ന. അതേ സെയിം മീനിങ് വരുന്നത് എക്സസീവ് ആണ്. ഇനി ഓപ്ഷൻ എ നോക്കിയേ, സ്യൂട്ടബിൾ. സ്യൂട്ടബിളിൻ്റെ മീനിങ് നിങ്ങൾക്ക് അറിയാമല്ലോ, ചേർച്ചയുള്ള അല്ലെങ്കിൽ അനുയോജ്യമായ എന്നൊരു മീനിങ്ങാണ്. ഇനി ഓപ്ഷൻ ബി നോക്കിയേ, മിസേർലി. മിസേർലി എന്നതിൻ്റെ അർത്ഥം എന്താണ്? പിശുക്കനായ അല്ലെങ്കിൽ ചുരുക്കി ചെലവഴിക്കുന്ന. പിശുക്കനായ അല്ലെങ്കിൽ ചുരുക്കി ചെലവഴിക്കുന്ന എന്നൊരു മീനിങ്ങാണ് മിസേർലി. ഇനി ഓപ്ഷൻ സി, ടയേർഡ്. ടയേർഡിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമല്ലോ, ക്ഷീണിതനായ, ക്ഷീണിച്ച എന്നൊരു മീനിങ്ങാണ്. അപ്പോൾ എക്സോർബിറ്റൻ്റ് എന്നതിൻ്റെ അർത്ഥം അമിതമായ അല്ലെങ്കിൽ അതിരു കടന്ന. അതേ സെയിം മീനിങ് വരുന്നത് എക്സസീവ് എന്ന വാക്കാണ്. സ്യൂട്ടബിൾ മീനിങ് ചേർച്ചയുള്ള അല്ലെങ്കിൽ അനുയോജ്യമായ.
മിസേർലി എന്ന വാക്കിൻ്റെ അർത്ഥം പിശുക്കനായ അല്ലെങ്കിൽ ചുരുക്കി ചെലവഴിക്കുന്ന. ടയേർഡ് എന്നതിൻ്റെ അർത്ഥം ക്ഷീണിച്ച എന്നൊരു മീനിങ്ങാണ്. ക്ഷീണിച്ച അല്ലെങ്കിൽ അവശനായ. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കുന്നുള്ളൂ. അപ്പം ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. PSC ഇംഗ്ലീഷ് എന്ന് പറയുന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാം കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ വീഡിയോസ് കണ്ടു വെക്കുക. പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.